തിരുവനന്തപുരത്ത് വീണ്ടും ജലപീരങ്കി. എടാ, ഈ ജലപീരങ്കി എന്ന് പറഞ്ഞാലേ ഈ വെള്ളമെന്നറിയാം, പക്ഷെ അത് എന്താണ് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അതെന്താ ഈ ജലപീരങ്കി അറിയുമ്പോൾ നല്ല വെള്ളമാണോ, എന്താണ് ഇതിന്റെ അർത്ഥം, ഇത് എങ്ങനെയാണ്? ജലപീരങ്കി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ, ഈ അടികൊണ്ടിട്ട് ആൾക്കാർ തെറിച്ചു വന്നത്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ നെഞ്ചു വെച്ച് കൊള്ളുന്ന ജലപീരങ്കി. പല ആൾക്കാർക്കും ഡൗട്ട് ഉണ്ട്. ആക്ച്വലി ജലപീരങ്കി എന്ന് പറഞ്ഞാൽ പീരങ്കി എന്ന് വിളിക്കാൻ പറ്റത്തില്ല, എന്ന് വരുന്ന ഫോഴ്സ് കൊണ്ടാണ് അതിനെ ജലപീരങ്കി എന്ന് വിളിക്കുന്നത്. വരുൺ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വെഹിക്കിൾ അത് ഉപയോഗിക്കുന്നത്. ഇനി ചോദിച്ചത് ക്വസ്റ്റ്യൻ വെള്ളം. 3 ടൈപ്പ് വെള്ളമാണ് ജലപീരങ്കിയിൽ യൂസ് ചെയ്യുക. ഒന്നാമത്തതിൽ കുറച്ച് കെമിക്കൽ യൂസ് ചെയ്യും. അതായത് നമ്മൾ ഈ ടിയർ ഗ്യാസ്, നമ്മൾ ഈ കണ്ണീർ വാതകമൊക്കെ പ്രയോഗിച്ചിട്ടും ആൾക്കാർ പിരിഞ്ഞു പോയില്ലെങ്കിൽ ഈ വെള്ളത്തിനകത്ത് കുറച്ച് ഈ പറഞ്ഞിരിക്കുന്ന കുരുമുളകിന്റെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യും. കുറച്ച് അസ്വസ്ഥതണ്ടായിട്ട് ആൾക്കാർ പിരിഞ്ഞു പോകണം എന്ന് വിചാരിച്ചിട്ട്. രണ്ടാമത് ഇതിനകത്ത് കളർ യൂസ് ചെയ്യും. അതായത് ഇതൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരെ തിരിച്ചറിയണം. അപ്പൊ ഈ ബ്ലൂ കളറൊക്കെ ആഡ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുളിച്ചാലും ചിലപ്പോൾ പോകില്ലെന്നൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള കളറാണ്. അവരെവിടെ പോയാലും തെരഞ്ഞു പിടിച്ചിട്ട് അവരെ പിടിക്കാൻ പറ്റും. ദെൻ മൂന്നാമത്തെ പറഞ്ഞാൽ പ്രഷറാണ്. നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്, പ്രഷർ കൊണ്ട് ആളെ തെറിപ്പിക്കുക എന്ന ലക്ഷ്യമുള്ളൂ. പ്രഷർ എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്ററിൻ്റെയും 40 കിലോമീറ്ററിൻ്റെയും വേഗത്തിൽ വരുന്നൊരു ബൈക്ക് നമ്മൾ ഇടിച്ചാൽ എന്താണ് സംഭവിക്കുക, അതാണ് ശരിക്കും ജലപീരങ്കി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ തെറിച്ചു പോകും. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ജലപീരങ്കിയായി ബന്ധപ്പെട്ടിരുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട ആ ഒരു വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, ഈ വെള്ളം നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത്. സാധാരണ കേരള വാട്ടർ അതോറിറ്റിയാണ് ഇവർക്കുള്ള വെള്ളം പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അവർ എവിടുന്നാണ് എടുക്കുന്നത് എന്നറിയില്ല. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വെള്ളം എടുക്കുന്നത് എവിടുന്നാണ്, അല്ലെങ്കിൽ വെള്ളവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. താങ്ക് യു.